Everybody, welcome to Dent Easy with MJ. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ പാത്തോളജിയിൽ കൂടുതലായിട്ട് ചോദിച്ച ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള അമിലോബ്ലാസ്റ്റോമയെ കുറിച്ചിട്ടാണ്. ഈ അമിലോബ്ലാസ്റ്റോമ എന്ന് നമ്മൾ മെയിൻലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ബിനൈൻ ട്യൂമറിനെയാണ് നമ്മൾ അമിലോബ്ലാസ്റ്റോമ എന്ന് നമ്മൾ മെയിൻലി പറയുന്നത്. മെയിനായിട്ട് അമിലോബ്ലാസ്റ്റോമ നമ്മുടെ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ മാൻഡിബിളിനെയാണ് മെയിൻലി ബാധിക്കുന്നത്. ഇത് 3 to 4 decades നമ്മളെ 30-40 ആ ഒരു ഏജിലുള്ള സമയത്താണ് മെയിൻലി ഇത് ബാധിക്കുന്നത്. ഫീമെയിലിനെയും മെയിൽസിനെയും ഈക്വലി ബാധിക്കുന്ന ഒരു അസുഖമാണ് ഈ അമിലോബ്ലാസ്റ്റോമ എന്ന് നമ്മൾ മെയിൻലി പറയുന്നത്. നമ്മൾ അവരെ ഗ്രോസ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഗ്രേ ടു വൈറ്റ് കളറായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ ഏത് കളറിലാണ് നമ്മൾ അവരെ കാണുന്നത്? ഒരു ഗ്രേ ടു വൈറ്റ് കളറിലാണ് നമ്മളൊരു ഗ്രോസ്ലി നോക്കുമ്പോൾ കാണുക. ആൻഡ് അവിടെ ദേ ആർ യൂഷ്വലി സോളിഡ് ആയിരിക്കും. സം ഫ്ലൂയിഡ് ഫിൽഡ് സിസ്റ്റ് ക്യാൻ ബി സീൻ. യൂഷ്വലി ഒരു സോളിഡാണ്. ചില സമയത്ത് ഫ്ലൂയിഡ് ഫിൽഡായിട്ട് സിസ്റ്റുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഒന്ന് നമ്മൾ പറയുന്ന ഫോളിക്കുലർ പാറ്റേൺ. അപ്പോൾ ഫോളിക്കുലർ പാറ്റേൺ നമ്മൾ മെയിൻലി പറയുന്നത് എന്താണെന്ന് അറിയോ? ഈ ഫോളിക്കിൾസ് അവിടെ പ്രസൻ്റ് ആയിരിക്കും. അതിൻ്റെ നടുക്കായിട്ട് സ്റ്റെല്ലൈറ്റ് സെൽസ് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ള സെല്ലുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതാണ് ഈ ഫോളിക്കുലർ പാറ്റേണിൽ നമ്മൾ മെയിൻലി പറയുന്നത്. ഇനി അവിടെ ഇവർ ലൈൻ ചെയ്തുകൊണ്ട് കോളംനാർ സെല്ലുകൾ ഉണ്ടായിരിക്കും. സോ ഇതാണ് നമ്മുടെ ചിത്രം അമിലോബ്ലാസ്റ്റോമ. അപ്പോൾ ഇതിന് ഈ ഫോളിക്കിൾസിന് നടുക്കായിട്ട് നമുക്ക് സ്റ്റെല്ലൈറ്റ് സെല്ലുകളെ നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മുടെ സ്റ്റാർ ഷേപ്പ്. അതേപോലെ തന്നെ ഇവർ ലൈൻ ചെയ്തിരിക്കുന്ന കോളംനാർ ആയിട്ടുള്ള സെല്ലുകളായിരിക്കും. അതാണ് നമ്മൾ ഈ ഫോളിക്കുലർ പാറ്റേണിൽ നമ്മൾ മെയിൻലി പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്ലെക്സിഫോം. പ്ലെക്സിഫോം എന്ന് പറയുന്നത് ഒരു ചെയിൻ്റെ നെറ്റ്വർക്ക് പോലെയാണ് കാണുന്നത്. സോ ഇവർ ഒരുപാട് ഇങ്ങനെ ഒരു ചെയിൻ പോലെയല്ലേ. സോ അതിന് നമ്മൾ പറയുന്നത് പ്ലെക്സിഫോം പാറ്റേൺ എന്ന് നമ്മൾ പറയുന്നത്. സോ ഇതിനാണ് നമ്മൾ പറയുന്നത് പ്ലെക്സിഫോം പാറ്റേൺ. ഇങ്ങനെ ചെയിൻ പോലെ നമ്മൾ കാണുന്നത് നമ്മൾ പറഞ്ഞ പേരാണ് പ്ലെക്സിഫോം പാറ്റേൺ. അടുത്താണ് അക്കാന്തോമേഷ്യസ്. അക്കാന്തോമേഷ്യസ് എന്ന് പറഞ്ഞാൽ സ്ക്വാമസ് സെൽ മെറ്റാസ്റ്റാസിസ് ആയിരിക്കും ഇവിടെ കാണും. അവിടെ നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റെല്ലൈറ്റ് സെല്ലുകളെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇവിടെ സ്ക്വാമസ് സെല്ലുകളായിരിക്കും നമ്മൾ മെയിൻലി അക്കാന്തോമേഷ്യസിൽ കാണാം. പിന്നെ ബേസൽ സെൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ബേസൽ സെൽ കാർസിനോമ ഇവർ കാണിക്കുന്നു. ആൻഡ് ഗ്രാനുലോമേഷ്യസ് ആയിട്ടുള്ള പാറ്റേൺ എന്ന് പറയുന്നത് ഗ്രാനുൽ പ്രസൻ്റ് ആയിരിക്കും നമ്മുടെ സൈറ്റോപ്ലാസ്റ്റിൽ. സോ അമിലോബ്ലാസ്റ്റോമ എന്ന് പറയുന്നത് മെയിൻലി നമ്മുടെ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ മാൻഡിബിൾ എഫക്റ്റ് ചെയ്യുന്ന ഒരു സ്ലോ ഗ്രോയിങ് ബിനൈൻ ട്യൂമറാണ്. 3 to 4 decades കാണുന്നത്. മെയിൽസിലും ഫീമെയിൽസിലും ഈക്വലി കാണുന്നുണ്ട്. ഗ്രോസ്ലി നോക്കുമ്പോൾ ഗ്രേ കളറായിട്ടാണ് കാണുന്നത്. അവർ സോളിഡാണ്, പക്ഷേ ചില സമയം സിസ്റ്റ് പ്രസൻ്റ് ആയിരിക്കും. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളെ പ്ലെക്സിഫോം പാറ്റേൺ, ഫോളിക്കുലർ ആയിട്ടുള്ള പാറ്റേൺ, അക്കാന്തോമേഷ്യസ്, ബേസൽ സെൽ പാറ്റേൺ ആൻഡ് ഗ്രാനുലോമേഷ്യസ് പാറ്റേൺ, ഇത്രയും കാര്യങ്ങളാണ് ഈ അമിലോബ്ലാസ്റ്റോമിൽ നമ്മൾ മെയിൻലി കാണുന്നത്.